السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ ആഗതമായിരിക്കുന്നത് ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന കഥ അടർക്കളത്തിലെ വീരസിംഹം. അതെ, മണിയറയിൽ നിന്ന് മക്ബറയിലേക്ക് യാത്ര പോയ സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ റബ്ബിനോട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ ആരംഭിക്കട്ടെ. അഖിലമാകെ പോറ്റിടുന്ന മന്നവന്റെ നാമമിലായി ഓതിടുന്നു ഹംദലനങ്ങൾ, ഓതിടുന്നു ഹംദലനങ്ങൾ. അഷ്റഫുൽ വറായ ത്വാഹ മുത്തരിൽ സ്വലാത്ത് ചൊല്ലി ചൊന്നിടുന്നീ സംഭവചരിതം, ചൊന്നിടുന്നീ സംഭവചരിതം. കനിവ് നൽകണേ, മാപ്പ് നൽകണേ, പിഴവ് കൊല്ലും പൊറുത്തിടണേ. കനിവ് നൽകണേ, മാപ്പ് നൽകണേ, പിഴവ് കൊല്ലും പൊറുത്തിടണേ. അതെ, പരിശുദ്ധമായ മക്ക, ഉയർന്നു നിൽക്കുന്ന പർവ്വതം, ഈത്തപ്പന വാലകളെ കൊണ്ട് നെയ്യുണ്ടാക്കിയ കൂടാരങ്ങൾ. അതാ ഒരു വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകളെ കാണുന്നുണ്ടല്ലോ. ആ വീട്ടിൽ ഒരാൾ നിൽക്കുകയും മറ്റുള്ളവർ വീക്ഷിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആരാണയാൾ? എന്താണ്? നമുക്കൊന്ന് കാതോർത്ത് കേൾക്കാം. റസൂലുള്ളാഹി തൻ സങ്കേതം, സങ്കേതത്തിനുള്ളിൽ എന്നുമെന്നും തൻ പരിവാരം. തിരുദൂതരെന്നും വിവരിക്കും തിരുകാര്യങ്ങൾ, അതു കേട്ടിട്ടാനന്ദം കൊള്ളുമെന്നും തൻ പരിവാരം. അതെ, അതാരാണെന്നറിയുമോ? നമ്മുടെ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ സ്വഹാബാക്കൾക്ക്, അവിടുത്തെ അനുയായികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. എന്താണ് അന്നത്തെ ക്ലാസ് എന്നറിയുമോ? വിവാഹത്തെ സംബന്ധിച്ചാണ്, വിവാഹത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ്. ആ സമയം ആ സദസ്സിൽ നിന്ന് ഒരാള് തേങ്ങിക്കരയുന്നതായി കേൾക്കുന്നു. സഭയിൽ നിന്നൊരു തേങ്ങലുയരുന്നേ, സഭ തിരയുന്നേ, അരക്കരയുന്നേ. സഭയിൽ നിന്നൊരു തേങ്ങലുയരുന്നേ, സഭ തിരയുന്നേ, അരക്കരയുന്നേ. അതെ, അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകൻ സഹദ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിച്ചു, ചോദിച്ചു, എന്താണ് സഹദേ, എന്തിനാണ് നീ കരയുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ആ സമയം സഹദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ ഒരുപാട് കാലങ്ങളായി ഒരു പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ കറുത്ത ആളായതുകൊണ്ട്, ഞാൻ ഭംഗിയില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ഒരാളും പെണ്ണ് തരാൻ സമ്മതിക്കുന്നില്ല നബിയെ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വക്കൽ നിന്ന് ഞാൻ വിവാഹത്തെയും വിവാഹത്തിന്റെ പ്രത്യേകതയും കേട്ടപ്പോൾ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയി നബിയെ. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്താ? നീ കരയല്ലേ, സഹനം നീ വെടിയല്ലേ, ഉണ്ടൊരു പൂവി നിന്നിലണയാനായി. വഹബിന്റെ മകളാണേ, കുലീനയായൊരു മലരാണേ. വഹബിന്റെ മകളാണേ, കുലീനയായൊരു മലരാണേ. നീ എന്തിനു വേണ്ടിയാണ് വേദനിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ബേജാറാകുന്നത്?
ബേജാറാകുന്നത്? നിനക്ക് പെണ്ണല്ലേ വേണ്ടത്? നിനക്ക് നല്ല സുന്ദരിയായ സുമകിയായ നല്ലൊരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചു തരാം. നീ മദീന പട്ടണത്തിലേക്ക് പോകണം. അവിടെ വഹബിന്റെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് പോയി കൊണ്ട് വഹബിനെ കാണണം. എന്നിട്ട് വഹബിനോട് പറയണം, എന്നെ അയച്ചത് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ സന്തോഷത്തോടെ മദീന പട്ടണത്തിലേക്ക് വഹബിന്റെ കൊട്ടാരത്തിലേക്ക് അതാ സഅദ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. പോയി കൊണ്ട് വഹബിനോട് പറയുകയാണ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വഹബ്, വഅലൈക്കുമുസ്സലാം. ആരടോ നീ? ഞാൻ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. എന്തിനാടോ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചതാണ്. എന്തിനാണ് അയച്ചത്? നിങ്ങളുടെ മകൾ സൊഫിയെ എനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടി പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി അയച്ചതാണ്. എന്തടോ നീ പറയുന്നത്? എന്റെ മകൾ സൊഫിയെ നിനക്ക് കെട്ടിച്ചു തരാനോ? എത്രയോ സമ്പന്മാരായ മുതലാളിമാരായ രാജാക്കന്മാരുടെ മക്കൾ വന്നിട്ട് സ്വീകരിക്കാത്ത ഞാൻ ഈ കറുകറുത്ത ഭംഗിയില്ലാത്ത നിനക്ക് കെട്ടിച്ചു തരാനോ? എന്തടോ നീ പറയുന്നത്? ഈ മദീന പട്ടണത്തിൽ തന്നെ നിന്നെ കണ്ടുകൂടാ, പോടോ ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ബേജാറോടുകൂടെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ആ സമയം പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെയും വഹബിന്റെയും സംഭാഷണം വഹബിന്റെ മകളായ സഫിയ മല്ലെ ഒണിഞ്ഞിരുന്നു കേട്ടു. ആ സന്ദർഭത്തില് വഹബിന്റെ അടുക്കലേക്ക് സഫിയ പോയിട്ട് പറഞ്ഞു, വാപ്പാ വാപ്പാ, എന്തിനാണ് സഅദിനെ തിരിച്ചയച്ചത്? തിരിച്ച് സഅദ് സ്വഹാബിയല്ലേ, നമ്മുടെ ഹബീബാണല്ലോ ഇങ്ങോട്ട് അയച്ചത് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ. ഇന്ന് തന്നെ എന്നെ ആ സ്വഹാബിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കണം വാപ്പാ എന്ന് വഹബിന്റെ മകൾ സഫിയ പറഞ്ഞപ്പോ വഹബ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ മകൾ സഫിയയെ ഞാൻ ഇന്ന് തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കാം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല വഹബേ, ഇന്ന് ആകില്ല, നാളെ ആകാം നിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചും കൊണ്ട് പറഞ്ഞു, സഅദേ, നിന്റെ കല്യാണമാണ് നാളെ, നിന്റെ വിവാഹമാണ് നാളെ, നീ ചന്തയിൽ പോയിട്ട് മഹർ വാങ്ങി വരണം, ഇന്ന് തന്നെ റെഡിയാക്കണം എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ നാളത്തെ പുതുമാളൻ ഇതാ പോവുകയാണ് ചന്തയിലേക്ക്, മദീന ചന്തയിലേക്ക് മഹർ വാങ്ങാൻ. ആ സമയം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഴിയിലേക്ക് എത്തിയപ്പോൾ ഹയ്യാലൽ ജിഹാദ്, ഹയ്യാലൽ ജിഹാദ് എന്നുള്ള ശബ്ദം കേൾക്കാനിടയായി. യുദ്ധമുറവിളിയും കേട്ട് സഅദ് ഞെട്ടുന്നേ, ഉടനടി വാള് വാങ്ങുന്നേ, മംഗലനാൾ മറക്കുന്നേ. യുദ്ധമുറവിളിയും കേട്ട് സഅദ് ഞെട്ടുന്നേ, ഉടനടി വാള് വാങ്ങുന്നേ, മംഗലനാൾ മറക്കുന്നേ. എന്താണ് ശബ്ദം? അതാ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? നോക്കുമ്പോൾ അതാ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഒരുപാട് ആളുകൾ യുദ്ധത്തിന് വരികയാണ്. ആ സമയം സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യാ? യുദ്ധത്തിലേക്ക് ഇസ്ലാമിന്റെ നമ്മുടെ സ്വഹാബികളും നബി തങ്ങളും പോയാൽ പിന്നെ ഞാൻ നിക്കാഹ് കഴിക്കുകയാണോ? അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് അതാ മഹരിന് പോയ മദീന ചന്തയിലേക്ക് പോയ സഅദ് റളിയല്ലാഹു അൻഹു ആ മഹരിന്റെ പണം കൊണ്ട് ആയുധങ്ങൾ വാങ്ങുകയാണ്, കുതിരകൾ വാങ്ങുകയാണ്. തിരിച്ച് അതാ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാടാൻ വേണ്ടി യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്ക് എത്തുകയാണ്. അതാ കൊടുമ്പീരി
കൊടുമ്പീരി കൊണ്ടു, യുദ്ധം കൊടുമ്പീരി കൊണ്ടു, യുദ്ധം അടിച്ചു വീശുന്നു, ശക്തിയായി നടക്കുന്നു, യുദ്ധത്തിന്റെ ആയുധങ്ങളും വീശുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുദ്ധം എന്തെന്നില്ലാത്ത യുദ്ധം, ഇസ്ലാമിന്റെ എതിരാളികളായ എല്ലാ ശത്രുക്കളോടും സഅദ് റളിയല്ലാഹു അൻഹു ഏറ്റുന്നു. അതാ യുദ്ധം ആയുധങ്ങൾ വീശുന്നു, ഇങ്ങനെ യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്നു, യുദ്ധം അവസാനിക്കുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ, നാളെ നമ്മുടെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണമാണല്ലോ, നിക്കാഹാണല്ലോ, നമ്മൾ റെഡിയാവണ്ടേ. അതിന് വേണ്ടി ഈ യുദ്ധത്തിൽ നടന്ന ശത്രുക്കൾ ആരെല്ലാം, ശത്രുക്കളിലും അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക ആളുകളിലും ആരെല്ലാം ഷഹീദായിട്ടുണ്ട് എന്ന് പോയി നോക്കി വരൂ എന്ന് അവിടുത്തെ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ മുഖം മൂടി ധരിച്ച ജ്വാരക്കൊണ്ട് മുങ്ങിക്കിടന്ന ഒരാളെ കാണാൻ സാധിക്കുന്നു. അതാരാണ് എന്നിങ്ങനെ മുഖത്തിൽ നിന്ന് ആ മൂടിയ വിരിപ്പിനെ ഇങ്ങനെ ഊരി നോക്കുമ്പോൾ അതാ നമ്മുടെ കഥാനായകൻ സഅദ് റളിയല്ലാഹു അൻഹു. പുണ്യ സ്വഹാബത്തോരും കണ്ണീർ വാർക്കുന്നേ, ചേർത്തിടണേ യാ അല്ലാഹുവേ നിന്റെ സുവനത്തിലായി, സഹദോർക്കൊപ്പം നിന്റെ സുവനത്തിലായി, മഹാനോർക്കൊപ്പം. മദീന റൗള വിതുമ്പിടുന്നേ, പുണ്യ സ്വഹാബത്തോരും കണ്ണീർ വാർക്കുന്നേ, ചേർത്തിടണേ യാ അല്ലാഹുവേ നിന്റെ സുവനത്തിലായി, സഹദോർക്കൊപ്പം നിന്റെ സുവനത്തിലായി, മഹാനോർക്കൊപ്പം. നമ്മുടെ കഥാനായകൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ ഇതാ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ